Hi friends, എല്ലാവർക്കും ടെക്നിക്കൽ വിആർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 15,000 റുപ്പീസിന് താഴെ വരുന്ന സ്മാർട്ട് ഫോൺസാണ്. 5 സ്മാർട്ട് ഫോൺസാണ്. 15,000 രൂപയ്ക്ക് താഴെ വരുന്ന സ്മാർട്ട് ഫോൺസാണ്. അപ്പോൾ ഇതിൽ ബെസ്റ്റ് 5 ഫോൺസാണ്. നിങ്ങൾക്ക് ഗെയിമിംഗ് ആണ്, ഇല്ല നിങ്ങൾക്ക് വീഡിയോ എടുക്കാനാണ്, എഡിറ്റിങ്ങിനാണ്, വെറുതെ ഒരു യൂസിനാണ്, ഏതിനായാലും നമ്മൾ ഈ ഒരു 5 ഫോൺ റെഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകും. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഓക്കെ ഫ്രണ്ട്സ്, ആദ്യം തന്നെ റിയൽമിയുടെ എഡിഷനായ റിയൽമി 8 ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 14,500 ആണ്. സ്ക്രീൻ 6.4 ഇഞ്ചസിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയ ടെക് ഹീലിയോ G95 പ്രോസസ്സറാണ് വരുന്നത്. ചാർജിങ് നോക്കുകയാണെങ്കിൽ 30 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. പിന്നെ ഈ റേറ്റിന് ഇതിൻ്റെ 4GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് കിട്ടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് ഫോൺ നോക്കുകയാണെങ്കിൽ പോക്കോ X3 ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 14,500 ആണ്. ഈ റേറ്റിന് 6GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ളൊരു ഫോണാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ 6.6 ഇഞ്ചസിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗ്രാഫിക്സ് ഒക്കെ വേറെ ലെവലായിരിക്കും. പിന്നെ വരുന്നത് ഇതിൻ്റെ പ്രോസസ്സർ 732G ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ്. ഗെയിമിങ്ങിന് പറ്റിയ സാധനമാണ്, വേറെ ലെവലിൽ ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 20 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ചാർജർ നോക്കുകയാണെങ്കിൽ 30 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വിത്ത് 6000 mAh ബാറ്ററിയാണ്. ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് വേറെ ഒരു ഫോണിലും ഇത്രയും നല്ല ഒരു സ്പെസിഫിക്കേഷൻ കിട്ടത്തില്ല. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഫോൺ നോക്കുകയാണെങ്കിൽ റിയൽമി നാർസോ 20 Pro ആണ്. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ചാർജറുള്ള ഒരു ഫോണാണിത്. 65 വാട്ട് സൂപ്പർ ചാർജർ പ്ലസ് 4500 mAh ബാറ്ററിയാണ്. പിന്നെ പ്രോസസ്സർ വരുന്നത് മീഡിയ ടെക് ഹീലിയോ G95 പ്രോസസ്സറും. സ്ക്രീൻ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചസിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ 48 മെഗാ പിക്സലും ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലുമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു റേറ്റിന് 6GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉള്ളൊരു ഫോണാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫോൺ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് ഫോൺ നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ തന്നെ 8 5G എന്ന് പറഞ്ഞൊരു ഫോണാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് 15,000 വരുന്നുണ്ട്. ഇതുവരെ പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ ഫോൺ ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ 705G എന്ന് പറഞ്ഞ പുതിയൊരു പ്രോസസ്സറാണ്. പിന്നെ ഇതിൻ്റെ 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ 6.5 ഇഞ്ചസിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ വിത്ത് 48 MB ബാക്ക് ക്യാമറ ആൻഡ് 60 MB ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു റേറ്റിന് നമുക്ക് 4GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുവരെ പറഞ്ഞാൽ ഏറ്റവും വില കൂടിയായിരുന്നാലും ഏറ്റവും നല്ലൊരു ഫോൺ ഈ ഒരു ഫോണാണ്. അപ്പോൾ നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ലാസ്റ്റ് ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞതും അതേസമയം ഏറ്റവും നല്ല ക്വാളിറ്റി തരുന്ന ഒരു ഫോണാണ്. ഇതുവരെ പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോണാണ് പോക്കോ M2 Pro. അപ്പോൾ ഈ ഒരു റേറ്റിന് 6GB റാം തരുന്ന വേറൊരു ഫോണും ഇല്ല. പ്ലസ് 128GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് ഇതിന് വരുന്നത്. പിന്നെ 6.6 ഇഞ്ചസിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ. ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉണ്ട്. ഫ്രണ്ട് ക്യാമറ 60 മെഗാ പിക്സലാണ്. പിന്നെ 5000 mAh ലിഥിയം അയൺ പോളിമർ ബാറ്ററി വിത്ത് 33 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഇതുവരെ പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബാറ്ററിയും ചാർജറും റാമും ക്യാമറ എല്ലാം ഈ ഒരു ഫോണിനാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 720G ആണ്. ഗെയിമിങ്ങിന് ബെസ്റ്റാണ് ഫ്രണ്ട്സ്, എഡിറ്റിങ്ങിനും. അതേപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സണലി ഈ ഒരു ഫോണായിരിക്കും ഞാൻ സെലക്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുള്ള വീഡിയോ. ഞാനപ്പോൾ ഈ ഒരു ഫോണിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നീ പോക്കോ X3 അല്ലെങ്കിൽ പോക്കോ M2 Pro എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. എന്തെന്നാൽ ഈ ഒരു റേറ്റിന് 6GB റാം കിട്ടുന്ന വേറെ ഒരു ഫോണും ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ ഈ 2 ഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അത് ഉപകരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം. ഗുഡ് ബൈ.